പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമം. പിതാവിന്റെ നാമം. പിതാവിന് ഒരു നാമമുണ്ട്. പുത്രന്റെ നാമം. പുത്രന് ഒരു നാമമുണ്ട്. പരിശുദ്ധാത്മാവിന്റെ നാമം. പരിശുദ്ധാത്മാവിന് ഒരു നാമമുണ്ട്. എന്നാൽ നാമങ്ങൾ എന്നല്ല, ഏകനാമം. ആമേൻ. നാമങ്ങൾ എന്നല്ല, ഏകനാമം. പിതാവിന്റെ നാമം. യഹോവ രക്ഷകൻ അല്ലെങ്കിൽ യഹോശുവ എന്നാൽ യേശുക്രിസ്തു. വചനം പറയുന്നു, എന്നാൽ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവൻ ഏവനും രക്ഷിക്കപ്പെടും എന്ന് ദൈവം അരുളിച്ചെയ്യുന്നു. അപ്പോസ്തോല പ്രവൃത്തികൾ 2:21. ഇവിടെ കർത്താവ് എന്നാൽ ഉദ്ദേശിക്കുന്നത് യഹോവ ആയ ദൈവത്തെയാണ്, അതായത് യഹോവയുടെ നാമം. പുത്രന്റെ നാമം. യഹോവ രക്ഷകൻ അല്ലെങ്കിൽ യഹോശുവ എന്നാൽ യേശുക്രിസ്തു. അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്നു രക്ഷിക്കാനിരിക്കൊണ്ടു നീ അവന്നു യേശു എന്നു പേർ ഇടേണം എന്നു പറഞ്ഞു. മത്തായി 1:21. പരിശുദ്ധാത്മാവിന്റെ നാമം. യഹോവ രക്ഷകൻ അല്ലെങ്കിൽ യഹോശുവ എന്നാൽ യേശുക്രിസ്തു. വചനം പറയുന്നു, എങ്കിലും പിതാവ് എന്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ. യോഹന്നാൻ 14:26. വാഗ്ദത്തമായ പരിശുദ്ധാത്മാവ് പുതിയ നിയമത്തിൽ അയക്കപ്പെട്ടിരിക്കുന്നത് യേശുക്രിസ്തു എന്ന നാമത്തിലാണ്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമം. യേശുക്രിസ്തു, ജീസസ് ക്രൈസ്റ്റ്. അതുകൊണ്ട് അപ്പോസ്തോലന്മാർ വിശ്വാസസ്നാനം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിർവഹിച്ചു. തിരുവെഴുത്തു പറയുന്നു, പത്രോസ് അവരെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിപ്പാൻ കൽപ്പിച്ചു. അപ്പോസ്തോല പ്രവൃത്തികളുടെ പുസ്തകം 10:48. ജീവൻ പ്രാപിക്കാൻ വിശ്വാസസ്നാനം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ മാതം.